വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സെക്കൻഡ് വ്ലോഗാണ്. ആൻഡ് ഈ വ്ലോഗിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത് സേവ് ദ ഡേറ്റിന്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. അപ്പം നമ്മളീ പോകുന്നത് ആക്ച്വലി ഒറ്റപ്പാലത്തേക്കാണ്. അവിടെ വെച്ചിട്ടാണ് സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട്. ചേട്ടായിയുടെയാണ് കല്യാണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജൂൺ 23 അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ അടുത്ത് രാവിലെ 7 മണിക്ക് എത്തണമെന്ന്. സോ നമ്മൾ രാവിലെ വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. മറ്റേ വെട്ടിയിട്ട വായത്തണ്ട് പോലെ നമ്മൾ കിടക്കുവാണ് സുഹൃത്തുക്കളെ. ആൻഡ് രാവിലെ ആയപ്പോൾ കാണാൻ എന്ത് രസമാണെന്നറിയോ. ആ ഒരു സൺറൈസ് അടിപൊളിയാണ്. ഞാൻ കാണാറേ ഇല്ല, വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ. ഇരിക്കുന്നുണ്ട് രാവിലെ തന്നെ എണീറ്റ് മേക്കപ്പ് ഇട്ട് കയറി കിടന്നുറങ്ങുന്നത്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ 6:30 ഇപ്പോൾ ഇവിടെ ഒരു കടയിൽ നിർത്തിയിട്ട് അവർ കഫേ മെക്കാനി എന്ന് പറഞ്ഞ കടയിൽ നിർത്തിയിട്ട് അവർ ചായ കുടിക്കാനുള്ള സെറ്റപ്പിലാണ്. ഇപ്പോഴാണ് ഞങ്ങൾ എനിക്കത് കയറി ഇപ്പം കിടന്നുറങ്ങിയതാണ്. ഇപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ട് സ്നാക്സും ചായയൊക്കെ കുടിച്ച് നേരെ വീഡിയോ എടുക്കുന്ന ഫോട്ടോഷൂട്ടിൻ്റെ ലൊക്കേഷനിലോട്ട് എത്തി. ഈ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. പാലക്കാടുള്ള എല്ലാ ലൊക്കേഷനും നല്ല രസമുണ്ട് സത്യത്തിൽ. ഒരു അമ്പലവും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പൊളിഞ്ഞ് വീഴാറായ മന പോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇതാണ് ആ അമ്പലം, ഇതാണ് ആ മന. രണ്ടും ഭയങ്കര ഒരു എസ്തെറ്റിക് വ്യൂ ആയിരുന്നു. അവിടെ ഒരു അമ്മൂമ്മേനെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞത് 1000 വർഷത്തിൻ്റെ അധികം പഴക്കമുള്ള അമ്പലമാണ്. ആൻഡ് ഇവിടെ കുറേ പേര് ഫോട്ടോ എടുക്കാൻ വരാറുണ്ടെന്നൊക്കെയാണ്. മൊത്തത്തിൽ ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും പൊതുവേ കാണാറില്ലാത്തത് കൊണ്ടും നമ്മൾ എറണാകുളത്ത് നിന്ന് പോയതുകൊണ്ടും ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു കൗതുകമായിരുന്നു. എൻ്റെ അവിടെ മയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ, പീലി വിരിച്ചാടുന്ന മയിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ആകെ സൂല് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആൻഡ് അത് അവരുടെ കോമൺ കാഴ്ചയാണെന്നാണ് അമ്മമ്മ പറഞ്ഞത്. പിന്നെ അവരവിടെ സൈഡിൽ കൂടെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്ന് നമ്മുടെ ഫോട്ടോഷൂട്ട് ഒരു 3-4 ഫോട്ടോ നമ്മുടെ തന്നെ എടുക്കണമല്ലോ. എന്തായാലും അവിടം വരെ ഇത്ര നല്ല ഈസ്തെറ്റിക് സെൻസുള്ള ഇതിൽ പോയതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മുടെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. ആൻഡ് പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടായിരുന്നു അത്. ആ ഒരു ചേട്ടൻ വളരെ നന്നായി ഫോട്ടോ എടുത്തു. പിന്നെ സേവ് ദ ഡേറ്റിന് ഓൾറെഡി തിരിഞ്ഞ് നിൽക്കുന്നു, മറിഞ്ഞ് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് അവർ കുറേ ഫോട്ടോ എടുത്തു. നമ്മൾ ആ സ്ഥലമൊക്കെ കണ്ട് ആ സൈഡിലെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭയങ്കര ഒരു ഫീലായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. സ്റ്റിൽ ആ ഒരു എസ്തെറ്റിക് ലുക്ക് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ അപ്പൊക്കെ ഒരു 9 മണിയായപ്പോഴേക്കും നമുക്ക് നന്നായി വിശന്ന് തുടങ്ങി. മുടിഞ്ഞ വിശപ്പായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ അവസാനിപ്പിച്ച് ഫുഡ് കഴിക്കാമെന്ന് വെച്ച് വന്ന് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയ കടയിലാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ആ ഫോട്ടോ എടുത്ത ചേട്ടൻ തന്നെ കൊണ്ടുപോയതാണ്. എന്തോ ബിസ്മി ഹോട്ടൽ എന്നങ്ങാണ്ടായിരുന്നു പേര്. അവിടെ ചെന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഇരുന്ന് ആദ്യം തന്നെ ചോദിച്ചത് ഗൂഗിൾ പേ ഉണ്ടോയെന്നാണ്. കാരണം ഗൂഗിൾ പേ ഉള്ള പിന്നെ കയ്യിൽ പൈസ ഉണ്ടാവാറില്ല. പൊന്നു വിശന്നിട്ട് പൊന്നിനെ കണ്ടു കാണാനില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു പൊന്നു നിന്നായിരുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ ദോശയും അപ്പം പിന്നെന്താ നൂൽപുട്ട്, ഇഡ്ഡലി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു. ദോശ സൂപ്പറായിരുന്നു, ബീഫും അടിപൊളിയായിരുന്നു. ബാക്കിയൊക്കെ ഒരു ആവറേജ്, എനിക്ക് അത്ര അങ്ങോട്ട് ഗുഡായിട്ട് തോന്നിയില്ല. ഒരു ചേട്ടനും ചേച്ചിയും അവർ ഹസ്ബൻഡും വൈഫും ആയിട്ട് നടത്തുന്ന ഒരു ചെറിയ ഹോട്ടൽ. ആൻഡ് വെരി ഗുഡ് ഭക്ഷണം. ഭയങ്കര ഒരു സമാധാനം കിട്ടുമായിരുന്നു കഴിക്കുമ്പോൾ. ഏട്ടൻ ഫസ്റ്റ് പൊന്നിൻ്റെ ദോശയാണ് വന്നത്. ബാക്കി ആർക്കും ഒന്നും വന്നില്ലായിരുന്നു. എല്ലാവരും ആണെങ്കിൽ നല്ല വിശന്നിരിക്കുന്നു. പിന്നെ എല്ലാവരും കൈയിട്ട് വരി പൊന്നിൻ്റെ തന്നെ തിന്നു തുടങ്ങി. അത് കഴിഞ്ഞ് പൊന്നിൻ്റെ ഒരു ദോശ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ബാക്കിയുള്ളവരുടെ ഫുഡ് വന്നത്. അപ്പം പിന്നെ നമ്മൾ ബാക്കിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പമാണ് പറഞ്ഞത്. ഇതായിരുന്നു അപ്പം. ഞാൻ കണ്ടിട്ടുള്ള അപ്പം സത്യത്തിൽ ഇങ്ങനത്തെ അപ്പം അല്ലായിരുന്നു. ഇതെനിക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാണ്ട് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു അല്ലേ. വളരെ ചെറിയൊരു ഹോട്ടലായിരുന്നു, പക്ഷെ നല്ല ഫുഡായിരുന്നു. നല്ല ബീഫ് കറിയായിരുന്നു. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചു. അവിടെ നിന്ന് നമ്മൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ അടുത്ത് തന്നെയാണ് വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെ വരെ വന്നിട്ട് പോയി കണ്ടില്ലെങ്കിൽ മോശമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. ആദ്യം എനിക്ക് വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. പിന്നെയാണ് ചേട്ടായി പറഞ്ഞത് മറ്റേ ദേവാസുരം സിനിമയിലെ മറ്റേ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാട്, മംഗലശ്ശേരി തറവാട്, അതാണ് ഈ വരിക്കാശ്ശേരി മന.
അയ്യോ അത് കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ രാവിലെ തന്നെയാണ് പോയതെന്നുണ്ടെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ കുറേ ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ അകത്തളമൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ടോ, ഇത് ആ ഫിലിമിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. കുറേ ഫിലിംസിലുണ്ട്. പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് കണക്റ്റ് ആവുന്ന മറ്റേ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാട് എന്ന് പറയുമ്പോഴാണല്ലോ. ഇതാണ് അതിൻ്റെ ആ നടുക്കത്തെ അകത്തളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു വാവ് ഫാക്ടറാണ് കേട്ടോ. നല്ല നടുക്ക് തുളസിത്തറ കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. പിന്നെ രാപ്പകൽ ഫിലിമിലെ മറ്റേ മമ്മൂട്ടിൻ്റെ അരക്കല്ലരയ്ക്കുന്ന ഇതെന്താ അരക്കല്ലല്ലോ ഒരല്ലോ ആട്ടുകല്ലോ അങ്ങനെ എന്താണ് കേട്ടോ അമ്മ പറഞ്ഞത്. പിന്നെ അപ്പുറത്ത് മറ്റേ ഇത് മറ്റേ നയൻതാര വെള്ളം കോരുന്ന കിണർ. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പത്തായം, ഗ്രൗണ്ടിൽ കയറുന്ന കോണി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് മറ്റേ ദേവാസുര സിനിമയിൽ തന്നെ രേവതി നിൽക്കുന്ന ആ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ്. പിന്നെ അവിടെ കുറേ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ കയറിയില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കയറിയില്ല, അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാലൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. സോ ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ അധികം പോയില്ല. അവിടെ ഏകദേശം ഇത്രയൊക്കെയാണ് അന്ന് നടന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെയുള്ള കുറച്ച് ഫോട്ടോസും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.